ജീവിക്കാനായി മനുഷ്യർ പല രീതിയിൽ പോരാടാറുണ്ട്. അത്തരമൊരു പോരാട്ടത്തിൻ്റെ നടുവിലാണ് ഊരുട്ടമ്പലം സ്വദേശി ആനന്ദബാബു ഇപ്പോഴുള്ളത്. ആഗ്രഹിച്ചു വെച്ച വീട് നഷ്ടമാകാതിരിക്കാൻ സമ്മാന പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് ആനന്ദബാബു. കോവിഡും രോഗബാധയുമാണ് ആനന്ദബാബുവിൻ്റെ ജീവിതം താറുമാറാക്കിയത്. ഇലക്ട്രോണിക്സ് കടയാണ് ആനന്ദബാബു നടത്തിയിരുന്നത്. 8 ലക്ഷം രൂപ വായ്പയെടുത്താണ് കട തുടങ്ങിയത്. ഇതിനിടെയാണ് ആമവാദം പിടിപെടുന്നത്. ചികിത്സ നീണ്ടതോടെ കടം ഇരട്ടിയായി. വീണ്ടും വായ്പയെടുത്തു. കടം പെരുകി. ആശിച്ചു വെച്ച വീട് എപ്പോൾ വേണമെങ്കിലും നഷ്ടമാകുന്ന അവസ്ഥയിലാണ്. അതിനാലാണ് 200 രൂപയുടെ കൂപ്പൺ വഴി സമ്മാനങ്ങൾ നൽകാൻ തീരുമാനിച്ചത്. വിലയേറിയ സമ്മാനങ്ങളുണ്ട്. കൂപ്പൺ നല്ല രീതിയിൽ വിറ്റുപോയാൽ കടവും തീരുമെന്ന് ആനന്ദബാബു പറയുന്നു. എൻ്റെ പേര് ആനന്ദബാബു എന്നാണ്. ഞാൻ താമസിക്കുന്നത് ഊരട്ടമ്പലത്താണ്. ഞാൻ വയറിങ്ങിൻ്റെ ജോലിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. 2017 എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഞാൻ 2018 എൻ്റെ വീട് സ്ഥലവും പണയം വെച്ച് 8 ലക്ഷം രൂപ ലോൺ എടുത്ത് കട തുടങ്ങിയാൽ അതിനുപരി എനിക്ക് ചെറിയ കട ഉണ്ടായിരുന്നു. ആ കട ഞാൻ വിപുലീകരിച്ച്. അങ്ങനെ കോവിഡ് സമയത്ത് എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ സമയത്താണ് എനിക്ക് ആമോദം അസുഖം ഉണ്ടായത്. അങ്ങനെ ഞാൻ ഒരു 1.5 വർഷത്തോളം അലോപ്പതി ചികിത്സയും അങ്ങനെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പം തന്നെ നല്ല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഞാൻ ഈ 8 ലക്ഷം ലോൺ എന്നുള്ളത് ഒരു 15 ലക്ഷമാക്കി ലോൺ പുതുക്കി. അങ്ങനെ എനിക്ക് ഈ രോഗാവസ്ഥയിൽ മാറ്റം വരാത്തത് കാരണം ഞാൻ ഒരു 6 മാസത്തോളം പൂജപ്പുര പഞ്ചാർമ ആശുപത്രിയിൽ അവിടെ കിടന്ന ചികിത്സയായിരുന്നു. ഈ സമയത്താണ് ഞാൻ 15 ലക്ഷം ലോൺ എന്നുള്ളത് 20 ലക്ഷം രൂപയ്ക്ക് പുതുക്കിയെടുത്ത്. അപ്പോൾ ഈ ഒരു മാസത്തെ അടവ് എന്ന് പറയുന്നത് 25,000 രൂപയായി. അങ്ങനെ എനിക്ക് വീണ്ടും നല്ല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. ലോണൊന്നും വീണ്ടും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഞാൻ 20 ലക്ഷം ലോൺ എന്നുള്ളത് 25 ലക്ഷം ലോണാക്കി. അപ്പോൾ ഈ 1 മാസം തടവ് എന്ന് പറയുന്നത് ഏകദേശം 36,000 രൂപയ്ക്ക് അടുപ്പിച്ചുണ്ടായിരുന്നു. വീണ്ടും കട തുറക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. വീണ്ടും ചികിത്സ ചെയ്യും. കാരണം 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും എനിക്ക് 25 ലക്ഷം ലോൺ എന്നുള്ള 35 ലക്ഷമായി ലോൺ പുതുക്കി എടുക്കേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ അപ്പോൾ ഈ 35 ലക്ഷത്തിന്റെ 1 മാസം തടവെന്ന് പറയുന്നത് ഏകദേശം 50,000 രൂപയ്ക്ക് അടുപ്പിച്ചായി. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ ഏകദേശം ഒരു 4 വർഷത്തോളം ഈ ചികിത്സ എനിക്ക് കണ്ടിന്യൂസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഈ 4 വർഷത്തിന്റെ ഇടയ്ക്ക് തന്നെ ഒരു 6 പ്രാവശ്യത്തോളം ലോൺ പുതുക്കിയെടുത്ത്. അങ്ങനെ എനിക്ക് ലോണൊന്നും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെ ഇപ്പൊ എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൂടി വീടിന്റെ സ്ഥലം എല്ലാം കൂടി ഉൾപ്പെടെ എനിക്ക് ഏകദേശം 90 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. ഇപ്പൊ വീട് ജപ്തിയിലാണ്. അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു ചെറിയ ഒരു സമ്മാന പദ്ധതി ഇപ്പം തുടങ്ങിയ ഒരു കൂപ്പന്റെ വില എന്ന് പറയുന്നത് 200 രൂപയാണ്. 1ാം സമ്മാനം ഒരു വാഗണർ കാറ്. അങ്ങനെ നിരവധി സമ്മാനങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും ഓരോ കൂപ്പൺ എടുത്തൊന്ന് സഹായിക്കണം. ഏകദേശം ഒരു 50,000 കൂപ്പൺ വിറ്റാൽ മാത്രമേ എനിക്ക് എൻ്റെ ഈ ബാധ്യതയിൽ നിന്ന് കരകയറാൻ ഒക്കെയുള്ളൂ. എല്ലാവരും ഒരു കൂപ്പൺ എടുത്തൊന്ന് സഹായിക്കണം. ആനന്ദബാബുവിന് സഹായം നൽകണമെന്ന ആവശ്യവുമായി ജനപ്രതിനിധികളും രംഗത്തെത്തിയിട്ടുണ്ട്. സുമനസ്സുകൾ കനിയുമെന്നാണ് ആനന്ദബാബുവിൻ്റെ പ്രതീക്ഷ. നമസ്കാരം, ഞാൻ എം വിൻസെന്റ് MLA ആണ്. ഊരുട്ടമ്പലം സ്വദേശിയായിട്ടുള്ള ശ്രീ ആനന്ദബാബുവിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഒരു അഭ്യർത്ഥന നടത്തുന്നത്. ഒരു ഇലക്ട്രീഷ്യനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശ്രീ ആനന്ദബാബു ആമവാദം എന്ന അസുഖം ബാധിച്ചതിനെ തുടർന്ന് തൊഴിൽ ചെയ്യാൻ കഴിയാതെ വരികയും അപ്പോൾ ഒരു കടയിടുന്നതിന് വേണ്ടി ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുകയും ചെയ്തു. എന്നാൽ കോവിഡ് കാലത്ത് ആ കട നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് വീട് തന്നെ ജപ്തി ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. ശ്രീ ആനന്ദബാബുവും അദ്ദേഹത്തിന്റെ 2 മക്കളും അടങ്ങുന്ന കുടുംബം താമസിക്കുന്ന ഈ വീട് ജപ്തി ചെയ്താൽ മറ്റൊരു മാർഗവും അവർക്കില്ല. പല രീതിയിലും സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ടും ലഭിക്കാതെ വന്ന പശ്ചാത്തലത്തിൽ ശ്രീ ആനന്ദബാബു അദ്ദേഹം ഒരു സമ്മാന കൂപ്പൺ ഇറക്കി ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന ചെറിയ സഹായങ്ങൾ കൊണ്ട് ഈ ലോൺ തിരിച്ചടയ്ക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ശ്രീ ആനന്ദബാബുവിനെ സഹായിക്കാൻ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിട്ടുള്ള ധാരാളം പേർ രംഗത്തുണ്ട്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് 200 രൂപയുടെ ഈ സമ്മാന കൂപ്പൺ എടുത്ത് ഒരു കുടുംബത്തെ സഹായിക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ധാരാളം സമ്മാന കൂപ്പണുകൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട്. പക്ഷെ ഇത് ഒരു കുടുംബത്തെ രക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഇതിന് നിങ്ങൾ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.
പേര് കൃഷ്ണപ്രിയ KS ആണ്. ഞാൻ മലയങ്കിരി ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ആനന്ദ് ബാബു എന്ന ആളിനെ എനിക്ക് നേരിട്ട് അറിയാം. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ സുഹൃത്തും കൂടെയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം എനിക്ക് നന്നായി അറിയാവുന്നതാണ്. അദ്ദേഹം ആമവാദം എന്ന് പറയുന്ന ഒരു അസുഖം ആയിട്ട് 5 വർഷത്തോളം ചികിത്സയിലായിരുന്നു. ഒരുപാട് കടബാധ്യതകളും ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 90 ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം തന്നെ ഒരു കൂപ്പൺ ഇറക്കിയിട്ടുണ്ട്. ആ കൂപ്പൺ ഒരു കൂപ്പൺ എടുത്ത് 200 രൂപയ്ക്കുള്ള ഒരു കൂപ്പണാണ് അദ്ദേഹം ഇറക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ഒരു കൂപ്പൺ എടുത്ത് അദ്ദേഹത്തെ ഈ കടബാധ്യതയിൽ നിന്നും രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ശ്രീപ്രിയ ബാബുവിനെ കുറിച്ച് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ബാബു എൻ്റെ അടുത്ത് സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. വീട് പുള്ളിയുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു. അത് പൂർത്തീകരിച്ചുവെങ്കിലും അതിനുള്ള കടബാധ്യതകൾ പുള്ളിക്ക് ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പുള്ളിയുടെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു മോചനം ഇതിൽ പുള്ളിക്ക് ലഭിക്കാനും പുള്ളിയുടെ സ്വപ്നമായ ഭവനം പുള്ളിക്ക് തിരികെ ലഭിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സമ്മാന പദ്ധതി പുള്ളി ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളതിൽ സഹകരിച്ച് നിങ്ങൾ കഴിയുന്ന ഒരു ഹെൽപ്പ് അതിൽ ചെയ്ത് പുള്ളി അതിൽ ഒരു മോചനം ലഭിക്കാത്ത കാരണം നിങ്ങൾ ക്രമീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പറയുകയാണെങ്കിൽ ബാബുവിനെ എനിക്ക് കുഞ്ഞുനാൾ മുതലേ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അവൻ്റെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷമാണ് അവനവിടെ ഒരു ഇലക്ട്രിക് കടയിടുന്നത്. കടയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോയ ഒരു കടയായിരുന്നു. ആ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവനിങ്ങനെ ഒരു ആമവാദം എന്ന് പറയുന്ന ഒരു അസുഖം അവന് പിടിപെടുന്നത്. ആമവാദം ഏകദേശം ഒരു 5 വർഷത്തോളം അതിൻ്റെ ചികിത്സയും കിടപ്പുമായിട്ട് കിടന്നു. ഞങ്ങളാരും പ്രതീക്ഷയല്ല ബാബു ഈ കാണുന്ന രീതിയിൽ, ഇന്ന് കാണുന്ന രീതിയിൽ എണീറ്റ് നടക്കുമെന്നുള്ള കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെ അവൻ ആ സമയത്ത് കട നടത്തുന്നതിന് വേണ്ടി തന്നെ കുറേ ഗോൾഡ് ലോണും മറ്റ് വസ്തുവൊക്കെ പണയം വെച്ചൊക്കെയാണ് നടത്തിയിരുന്നത്. പിന്നെ അത് ഇങ്ങനെ വീണ്ടും മാറ്റി പുതുക്കി വെച്ചാണ് ഈ നല്ലൊരു എമൗണ്ട് ഇപ്പോൾ അവൻ കടക്കാരനായി മാറിയിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് ഇപ്പോൾ വളരെയധികം ഞെരുക്കത്തിലാണ്. അവൻ്റെ ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടിയെങ്കിലും സാമ്പത്തികമായി അവൻ ആകെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യാപാരി വ്യവസായയുടെ ഊരുട്ടമ്പല യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ അവന് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യാനായിട്ട്, നമുക്ക് യൂണിറ്റായിട്ടൊന്നും ചെയ്യാനായിട്ടുള്ള സാമ്പത്തിക ശേഷിയൊന്നും നമ്മുടെ യൂണിറ്റുകൾക്കില്ല. ഈ കാണുന്ന വ്യക്തികൾക്ക് പറ്റുമെങ്കിൽ അവൻ്റെ ഒരു ടിക്കറ്റ് എടുത്ത് അവൻ്റെ ഈ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് കരകയറാനായിട്ട് സഹായിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.